അപ്പൊ പെട്ടെന്ന് ദേഷ്യം വരും, നിങ്ങളെ മുൻകോപിയാണോ? പെട്ടെന്ന് സങ്കടവും വരും. മുൻകോപിയാണോ ആള്? കുറച്ച് അത് ജന്മനാ ഉള്ളൊരു സ്വഭാവം. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് വിചാരിക്കാ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നും കുറച്ച് അത് ലേറ്റ് ആവുമോ അറിയാൻ? അതോ അല്ലല്ലോ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ റിയലൈസ് ആവും. 10-15 മിനിറ്റ് നമ്മൾ നിയന്ത്രണം കൈവിട്ട് പോയാൽ കയ്യങ്ങളി പോവൂ. ഞങ്ങളിക്കൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് പണ്ട്. അതിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ അതൊന്നും പിടിച്ചിരിക്കാവുന്നില്ല, ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. എനിക്കൊന്ന് കുറച്ച് പക്വതയൊക്കെ ആയെന്ന് തോന്നുന്നു. അത് വലിയ പ്രശ്നമല്ലേ അത്? ഈ പക്വതയൊക്കെ വേണം. അല്ല, നിങ്ങൾ ഈ ഇമോഷണൽ ആയി പോയാൽ നിങ്ങൾക്ക് വളരെ ദിവസങ്ങളോളം ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി, വേണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത പണിയായി പോയി എന്ന് തോന്നിയാൽ ആളെ വിളിക്കും, മാപ്പ് പറയും. അതിലെങ്കിലും ടെൻഷൻ ഒന്നുമില്ല, അഭിമാന പ്രശ്നം, ഒരു പ്രശ്നം, ഈഗോ അടിക്കോ? ഒരിക്കലും ഇല്ല. ബൈജു എങ്ങനെയാ പൊതുവെ ഒരു എതിരെ നിൽക്കുന്ന ആളിന്റെ അടുത്ത് ഈഗോ പ്രദർശിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു നടക്കുന്ന നടനാണോ? അത് ഒരിക്കലും അല്ല. എനിക്ക് അങ്ങനെ ഒരു വികാരമേ ഇല്ല. എനിക്ക് അസൂയ, ഈഗോ, പ്രതികാരമൊക്കെ പണ്ടുണ്ട്, ഇപ്പൊ ഒന്നുമില്ല. അതെന്തോ ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം വരുത്തി ചേർത്താണോ? അല്ലല്ല, അതൊക്കെ താനേ നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങൾ ഉണ്ടാവും, മനഃപൂർവ്വമല്ല. ഇങ്ങനെയുള്ള വികാരം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഏതെങ്കിലും നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഒരു നടൻ, നമ്മുടെ കൂടെ അഭിനയിച്ചു, ഈ സിനിമയിൽ ഒരു ലക്കിന്റെ അംശം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുമല്ലോ അല്ലേ? അയാൾ കയറി അങ്ങ് പോയി, നമ്മൾ പിന്നെ അയാളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുമോ? ഒരിക്കലും ഇല്ല. അയാളെ വഴിക്ക് പോട്ടെ, നമ്മളെ വഴിക്ക് പോയ പോലെ. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ മുമ്പിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടാനുള്ളതേ നമുക്ക് കിട്ടുള്ളൂ, അല്ല വേറെ ഒരുത്തിന് കിട്ടേണ്ടത് നമുക്ക് എങ്ങനെ കിട്ടും? അല്ല, ഞാൻ ബൈജുവിന്റെ ഈ കരിയർ ഗ്രാഫ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു. ഇടയ്ക്ക് ഒരു സമയത്ത് ബൈജു കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറിയെന്നല്ല, സിനിമ ഇല്ലായിരുന്നു, വിളിച്ചില്ലാരും. ഞാൻ നമ്പർ മറന്നുപോയി. അല്ല, നമ്പർ മറന്നിട്ടല്ലേ, കുറെ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണെന്നേ. നമ്മൾ ഈ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കാണണം. അത് ആരുടെ കുറ്റമല്ല, നമ്മൾ മറന്നു പോകും. അല്ല, നമ്മൾ ഈ ചെന്ന് മുട്ടത്തൊന്നുമില്ലയോ? ഞാൻ മുട്ടൊന്നുമില്ല, ഇന്നവരെ മുട്ടിയിട്ടില്ല. ഇല്ല, ഈഗോ ഇല്ലെന്ന് പറയുന്നത് മുട്ടുന്നില്ല, അത് വേറെയാണ്. എന്തെന്ന് പറയാ, അങ്ങനെ മുട്ടിയിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചിലർ പറയുന്നത് എന്താണ്, ചിലർ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലേ നമുക്ക് ഉയരങ്ങളിലെത്താം. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അവസരം കിട്ടിയാലേ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് വരാനുള്ളത് വരണം. എനിക്കൊന്ന് മാത്രമല്ല, സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം ട്രിവാൻഡ്രം വിട്ടത് ബൈജുവിന് പ്രശ്നമായോ? ഇല്ലല്ലോ, ബൈജു യാത്ര ചെയ്യുമല്ലോ. അല്ല, സിനിമ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് കൊച്ചിയിലോട്ട് മാറി, എറണാകുളത്തോട് മാറി. ഇവിടെയാണ് സിനിമ, സീരിയൽ അവിടെയും. ഇതിന്റെ ഒരു ഈറ്റില്ല എന്ന് പറയുന്നത് ഇപ്പം സിനിമയുടെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് കൊച്ചിയാണ്.